ഹായ്, നമസ്കാരം. ഹണ്ട്, അതായത് വേട്ട. ഒരാൾ വേട്ട ചെയ്യുന്നുണ്ടെങ്കിൽ, അത് വേട്ടക്കാരനുണ്ടെങ്കിൽ അവിടെ ഒരു വേട്ട മൃഗവും ഉണ്ടാവണമല്ലോ. സ്വാഭാവികമായിട്ടും ഈ ഹണ്ട് എന്ന് പറഞ്ഞ സിനിമയിലെ വേട്ടക്കാരൻ എന്ന് പറയുന്നത് ഷാജി കൈലാസ് ആൻഡ് ടീം. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരായിട്ടുള്ള മുഴുവൻ പേരെയും ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ വേട്ടക്കാരൻ അവരാണെങ്കിൽ വേട്ട ചെയ്യപ്പെടുന്ന മൃഗം ആരായിരിക്കും? സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെയായിരിക്കും. സിനിമ തുടങ്ങി കഴിഞ്ഞപ്പോഴേ അത് മനസ്സിലായി. പക്ഷെ എന്നാലും ഇരുന്ന് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിരുന്നു. കാരണം ഈ സിനിമയുടെ സംവിധായകൻ എന്ന് പറയുന്നത് ഷാജി കൈലാസ് ആണല്ലോ. അപ്പൊ നമുക്കൊരു വിശ്വാസം അവിടെ ഉണ്ട്. എന്തെങ്കിലും ഇതിലുണ്ടാവുമല്ലോ എന്നുള്ള ഒരു തേങ്ങയില്ലായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാലും ഇരുന്നു. കാരണം ഇത് കുറച്ച് ക്രൈം സാധനങ്ങളുണ്ട്, കുറച്ച് എന്താ പറയാ പ്രേതം, പിശാചുക്കൾ തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആണല്ലോ. പിന്നെ ഈ കടുവ എന്ന് പറഞ്ഞ സിനിമയുടെ സമയത്ത് അതിന്റെ ഇന്റർവ്യൂസിലൊക്കെ പൃഥ്വിരാജ് സുകുമാരൻ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഭയങ്കര ഫ്രെയിംസ് ആണ്, അതിൽ നിന്ന് പഠിക്കാൻ കുറെ കാര്യങ്ങൾ, ചില മോതിരമൊക്കെ ഒരു ഫ്രെയിം വെച്ച് കളയും, അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഷാജി കൈലാസിന്റെ സിനിമകൾ പൊതുവെ നമ്മളത് കാണാറുമുണ്ട്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാണാം എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ പോലും നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കാൻ ഷാജി കൈലാസ് ഒരു മാങ്ങാത്തൊലിയും അതിലും ഇല്ല. ഓക്കെ, കണ്ടു തുടങ്ങിയല്ലോ, നമ്മളിന്ന് മുഴുവനായിട്ടൊന്ന് കണ്ട് പൂർത്തിയാക്കിയേക്കാം. അങ്ങനെ ഇരുന്ന് ഇങ്ങനെ പോയപ്പോഴാണ് ആദ്യത്തെ ചടപ്പ് ഇതിൽ വന്നത്. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇതിലൊരു പോസിറ്റീവേ ഉള്ളൂ, ഒരേ ഒരു പോസിറ്റീവേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ചന്തു എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ ആ ക്യാരക്ടറിന്റെ കാസ്റ്റിംഗ് ആയിരുന്നു. അത് മാത്രമാണ് ഇതിൽ മുങ്ങിത്താവുമ്പോൾ ഉണ്ടായിരുന്ന ആകെ ഒരു ആശ്വാസം എന്നുള്ളത്. ഈ വേദനകളുടെ ആഴങ്ങളിൽ മുങ്ങിത്താഴുമല്ലോ. ഇതിന്റെ 140 രൂപ പോയി, 100 രൂപയുടെ എണ്ണ പോയി, മേടിച്ച ചായക്കാശ് അത് ലാവായി, തിന്നല്ലോ. സമയം അതും പോയി. ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ അതാണ്. അതായത് ഇവര് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് പല കാര്യത്തിലാണ്. ഒന്ന്, ഇതിലെ ക്യാരക്ടർ കാസ്റ്റിംഗ് കൊണ്ട്. രണ്ട്, അവരുടെ അഭിനയം കൊണ്ട്. മൂന്ന്, ഇതിലെ BGM വൻ കോമഡിയാണ്, അതുകൊണ്ട്. പിന്നെ ഇതിലെ കഥ കൊണ്ട്, സ്ക്രിപ്റ്റ് കൊണ്ട്, അങ്ങനെ എല്ലാം കൊണ്ട് ഇവരെ നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ഏറ്റവും വലിയ വേട്ട എന്ന് പറയുന്നത് തന്നെ 2-2.25 മണിക്കൂർ എത്രയാണ് അതൊന്നും നോക്കാൻ സമയമില്ലടേ. 4 മണിക്കൂർ പോലെയാണ് എന്തായാലും ഫീൽ ചെയ്യുന്നത്. 2 മണിക്കൂറാണെങ്കിലും 2.5 മണിക്കൂറാണെങ്കിലും. അപ്പോൾ ആ സമയം, ആ പോയ സമയം, അതാണ് ഇതിലെ ഏറ്റവും വലിയ വേട്ട എന്ന് പറയുന്നത്. അത് നഷ്ടമായി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഇത്രയും സമയം, ഒരു 2-2.25 മണിക്കൂർ എന്തായാലും ഉണ്ടെന്ന് വിചാരിക്കുന്നു. അത്രയും സമയം നഷ്ടപ്പെട്ടതിൽ ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ഖേദിക്കുന്നു. നിങ്ങളും ഖേദിക്കും കണ്ടാൽ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോ ഞാൻ എന്താണ് പറഞ്ഞു വന്നത്, ഇതിലെ ഈ വേട്ടയാടലുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിലെ ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞല്ലോ, ചന്തുവിന്റെ ക്യാരക്ടറിന്റെ ആയിരുന്നു. അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാത്തതൊക്കെ, ഈവൻ ഇതിലെ ലീഡ് റോൾ എന്ന് പറയുന്നത് ഭാവനയാണ്. ഭാവനയിലൂടെയാണ് ഇത് കഥ പറഞ്ഞു പോകുന്നത്. പ്രേതം പ്രേതം അപ്പോ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാവനയിലൂടെയാണ്. അപ്പൊ ആ ക്യാരക്ടർ പോലും വളരെ മോശമായിരുന്നു. പിന്നെ ഇതിൽ ഏതൊക്കെ എടുത്തു പറയുന്നുള്ള വലിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. കുറെ സംഭവങ്ങളുണ്ട്. ആദ്യം തന്നെ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇതിലൊരു പാരാസൈക്കോളജി പഠിച്ചിട്ടുള്ള ഒരു സന്യാസി വരുന്നുണ്ട്. നേരെ വന്ന് ക്യാമറ മുന്നോട്ട് വെച്ചപ്പോൾ ദേ കിടക്കുന്ന നമ്മുടെ രഞ്ജി പണിക്കർ. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ പോയി. അയ്യേ, ഇയാളോ എന്ന് തോന്നിപ്പോയി. അവിടെ അയാളെ ഒഴികെ വേറെ ഏത് മനുഷ്യനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ നന്നായേനെ, അങ്ങനെ തോന്നിപ്പോയി. കാരണം അയാളുടെ മസിൽ കൊടുത്തും ആ നെഞ്ചും പിടിച്ചുള്ള പരിപാടികളൊന്നും ഇതിന് ആവശ്യമേ ഇല്ല. വെറുതെ മസിൽ പിടിച്ച് സംസാരിക്കുന്ന എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന പട്ടി ഷോ കാണിക്കാന്ന് പറയില്ലേ, അങ്ങനെ പട്ടി ഷോ ആണ് ഇതിൽ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ പോയി. പിന്നെ ഇങ്ങനെ പോയപ്പോൾ ദേ എടുക്കുന്നത് അജ്മൽ. അജ്മലിന്റെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഗോട്ടിലൊക്കെ എന്ത് കാണിച്ചു വെക്കുമോ എന്തോ. അതെന്താവട്ടെ. അപ്പൊ അജ്മലിന്റെ ക്യാരക്ടറിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഫുൾ ടൈം ഇയാൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഒരു കൊലപാതകം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോലീസ് ഓഫീസറായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ദേഷ്യപ്പെടാതെ എങ്ങനെ ഇരിക്കണം, റിലാക്സ് ആയിട്ട് ഇരിക്കണോ എന്ന് ചോദിച്ചാൽ വേണ്ട. പക്ഷെ തന്റെ മേലുദ്യോഗസ്ഥനായിട്ടുള്ള ആളോട് പോലും സിറ്റുവേഷൻ വിവരിക്കുമ്പോൾ പോലും ഇയാൾ എന്തിനാണ് ചൂടാവണത്? ആ മേലുദ്യോഗസ്ഥൻ പോലും ചിന്തിച്ചിട്ടുണ്ടാവും, എന്നോട് എന്തിനാണ് ഈ ചൂടാണ്, ഞാനല്ലല്ലോ കൊന്നേന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇയാള്. പിന്നെ എല്ലാ ക്യാരക്ടേഴ്സിനും ഭയങ്കര എന്താ പറയാ, ഒരു അർജൻസി. എന്തിനോ വേണ്ടി വെറുതെ അർജന്റ് ആയിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുക. ആരും റിലാക്സ് ആയിട്ട് ഇരിക്കുന്നില്ല. ഈവൻ നമ്മൾ പറഞ്ഞിട്ടുള്ള ചന്തുവിന്റെ ക്യാരക്ടർ പോലും വെറുതെ ഇരിക്കുന്നുണ്ട്. അയാൾ പോലും ഭയങ്കര അർജന്റ് ആയിട്ടാണ് ഈ ക്യാരക്ടർ. പക്ഷെ അത് നമുക്ക് ബോറായിട്ട് തോന്നില്ല. അത് അയാളുടെ അഭിനയത്തിന്റെ മികവ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ തന്നെ ആലോചിക്കുക എന്തായിരിക്കുന്നു. അപ്പൊ ഭയങ്കര അർജന്റ് ആയിട്ട് എല്ലാ ക്യാരക്ടേഴ്സും. അപ്പൊ അത് മറ്റൊരു പ്രശ്നം. സ്ക്രിപ്റ്റിലേക്ക് വരികയാണെങ്കിൽ ലോജിക്ക് പിന്നെ നമ്മൾ നോക്കണ്ട. കുറച്ച് മിത്തും കാര്യങ്ങളും. പക്ഷെ അതാണെങ്കിൽ അതെങ്കിലും മര്യാദയ്ക്ക് ഉപയോഗിക്കില്ലേ, അതുപോലും ഇല്ല. അപ്പൊ ഒട്ടും ലോജിക്ക് ഇല്ല. പിന്നെ കുറേ സീൻസ് ഉണ്ട്. അതായത് ഈ സിനിമയുടെ എഡിറ്റിംഗ് ഭാഗത്ത് ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എഡിറ്ററിന്റെ കൂടെ സംവിധായകനും ഇരുന്നിരിക്കണം. എന്തായാലും നോക്കുന്ന സമയത്ത് കുറേ സീൻ. അപ്പൊ ഇയാൾ പറയണം, ഈ സീൻ ഇവിടെ വെച്ചേക്ക്, ഈ സീൻ ഇവിടെ,
അപ്പൊ ഇങ്ങനെ തപ്പുമ്പോൾ ഈ സീൻ ഇവിടെ, അല്ലാതെ അതിന്റെ ഓർഡർ ഒന്നുമില്ല. മറ്റൊരു സീൻ ഇവിടെ, അല്ലേ വേണ്ട ഇത് മാറ്റി ഈ സീൻ ഇവിടെ വെച്ചേക്ക്, അങ്ങനെ ചെയ്ത പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പെറുക്കി 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 അത് കുറെ ഉണ്ട് സാധനം, കുറെ സീൻസ് ഉണ്ട്, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അത് വെറുതെ പെറുക്കി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വിതറിയിക്കണം. അങ്ങനത്തെ ഒരു ഫീൽ, ഒന്നും ഒരു അറേഞ്ച്ഡ് അല്ലാത്ത പോലെ. നമുക്ക് തന്നെ ഇതെന്ത് ഇവിടെ കുറെ അത് പറയും, കുറെ ഇത് പറയും, അതിനെന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, അതും ഇല്ല. പിന്നെ ഇതിലെ ഹൊറർ എലമെന്റ്, അത് വൻ കോമഡിയാണ്. അതായത് ഹോളിവുഡ് സിനിമകൾ മുഴുവൻ കണ്ട് ഭ്രാന്ത് പിടിച്ച്, ഹോളിവുഡിലെ നണ്ണും കഞ്ചറിങ്ങും അതല്ലാതെ വേറെ എത്ര എത്ര വമ്പൻ പടങ്ങളുണ്ട്, ഇങ്ങനെ ഒരുപാട് കണ്ട് ഇതൊക്കെ കണ്ട് ഇപ്പൊ ഹോളിവുഡ് പ്രേതങ്ങളെ കണ്ടാൽ പോലും ഒരു തരത്തിലുള്ള ഇമോഷൻ ഇല്ലാതിരിക്കുന്നത് നമ്മളുടെ അടുത്തേക്കാണ് ഇയാൾ വന്നിട്ട് പ്രേതം വരികയാണ്. അതും പട്ടാപ്പകൽ ഒരു ഒഴിഞ്ഞ റോഡിലൂടെ നടക്കുന്ന നായികയുടെ ബേക്കിലൂടെ കറങ്ങിയും തിരിഞ്ഞും മേലെന്നും താഴത്തുനിന്നും എവിടുന്നൊക്കെ പൊങ്ങി വരാൻ പറ്റും അവിടെ നിന്നൊക്കെ വരുന്ന ക്യാമറ. എന്നിട്ട് ഏതോ ഒരു മുത്തപ്പൻ ഏതോ മൂലക്ക് ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നു. അതാണ് ഹൊറർ എലമെന്റ്. പോരാത്തിന് കുറച്ച് തങ്കച്ചി പാസം പോലത്തെ അങ്ങനത്തെ സിനിമകൾ നമ്മൾ കാണുമല്ലോ, പാസം മ്യൂസിക്, അങ്ങനത്തെ കുറച്ച് മ്യൂസിക്, പിന്നെ പ്രേതത്തിന്റെയാണ് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില എന്തൊക്കെയോ ട്യൂണുകൾ, ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കൊഴുക്കട്ട രൂപത്തിലിട്ട് അണ്ണാക്കി തള്ളി തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വീഴുന്നു. കുറച്ച് വെള്ളം കൂട്ടി തരാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഇറക്കി വിടായിരുന്നു. അതിന് പോലും പറ്റാത്ത സാഹചര്യമാണ്. ക്ലൈമാക്സ് ഒക്കെ വൻ കോമഡി. ആകെ ഉണ്ടായിരുന്ന ഒരു സമാധാനം ഇതിൽ ഏറ്റവും ലാസ്റ്റ് ഇത് എങ്ങാനും കൊണ്ടുപോയിട്ട് ഒരു സെക്കൻഡ് പാർട്ട് വെക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ആ കാര്യത്തിൽ അവർ സമാധാനം തന്നിട്ടുണ്ട്. വെച്ചിട്ടില്ല, കാരണം ഇതിൽ വേറൊരു വില്ലുണ്ട്. എല്ലാവരും തീർത്തിട്ട് ഒരാൾ മാത്രം ബാക്കി. അത് ഇനി അതിനെങ്ങാനും കൊണ്ടുപോയി സെക്കൻഡ് വെക്കുന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ആ ഒരു ആശ്വാസം ഈ സിനിമയുടെ ഏറ്റവും എൻഡിൽ അവർ തന്നിട്ടുണ്ട്. പിന്നെ ഇതിലെ ട്വിസ്റ്റുകൾ പറയുകയാണെങ്കിൽ ട്വിസ്റ്റുകളൊക്കെ ഒരുമാതിരി കോണോത്തിലെ ട്വിസ്റ്റുകളാണ്. അതായത് ആദ്യം ഒരു ട്വിസ്റ്റ് വന്നു, ആ ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ട്വിസ്റ്റും അത് മാത്രമല്ല, അത് നമുക്ക് അയ്യേ തോന്നി കിട്ടോ. രണ്ടാമത്തെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമല്ലോ, അതായത് ഇത് ഇന്നതായിരിക്കാം, പ്രഡിക്റ്റബിലിറ്റി ഉണ്ടല്ലോ, അത് ഹൈലി പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ അവസാനം വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന ആളായിരിക്കാം, അതല്ലെങ്കിൽ ഇന്ന ആളായിരിക്കാം വില്ലൻ, ഇങ്ങനെ ഒരു തോന്നലുണ്ടാവും. ഫസ്റ്റ് ഒരാളെ കാണിച്ചു തന്നു, അതായത് നമ്മൾ വിചാരിച്ച ആളല്ല എന്ന് തോന്നാൻ വേണ്ടിയിട്ട് എന്നാലിരിക്കട്ടെ ഇയാൾ അത് ഒരു ട്വിസ്റ്റ് ആയിരിക്കും എന്ന് അവർ വിചാരിച്ചിട്ട് ഒരാളെ തന്നു. ഏറ്റവും എൻഡിൽ വില്ലനാണ് നമ്മൾ വിശ്വസിച്ച് പോരുന്ന ഒരാൾ. ഇനിയിപ്പോൾ അയാളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിന് സാധ്യത ഉണ്ടായിരുന്ന മറ്റ് പല ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ കുറച്ച് ലോജിക്കലെങ്കിലും കണക്ട് ആയനെ. അവരൊന്നും വെക്കാതെ നിങ്ങൾക്ക് ഇത് പ്രഡിക്റ്റബിൾ ആണോ, എന്ന പ്രഡിക്റ്റബിൾ ആവാതിരിക്കാൻ ഇരിക്കട്ടെ ഇയാളാണ്, ഇതാകുമ്പോൾ ആർക്കും പ്രഡിക്റ്റബിൾ ആവില്ല, ഇവർ ഞെട്ടും എന്ന് വിചാരിച്ചിരുന്ന സാധനം നമ്മൾ ഞൊട്ടും എന്നുള്ളതാണ് പറയാനുള്ളത്. അങ്ങനത്തെ ഒരു സാധനമാണ് ഇവർ വന്ന് തന്നിട്ടുള്ളത്. അതായത് നമുക്കിത് മനസ്സിലാവും, ഇത് പ്രഡിക്റ്റബിൾ ആകരുതെന്ന് വിചാരിച്ച് മനഃപൂർവ്വം ഒരു വില്ലനെ കുത്തിത്തിരിക്കവിടെ വെച്ചേക്കുന്നത് ഇയാളാണ് എന്ന് പറയാൻ വേണ്ടി. അതിനെന്താണ് കാരണം, അയാൾ എങ്ങനെ അതായി, അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു, ഒരു തരത്തിലുള്ള കണക്ഷൻസും ഇല്ലാതെ ഒരു പക്കാ ബോർ. ഒരു പക്ഷെ കണ്ടതിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഷാജി കൈലാസ് സിനിമ കണ്ടതിൽ കേട്ടോ, ഇതല്ലാതെ വേറെ പടങ്ങളുണ്ടോ എനിക്കറിയില്ല. ഞാൻ കണ്ടതിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഷാജി കൈലാസ് സിനിമയാണ്. ഞാൻ കണ്ടതിൽ ഏറ്റവും മോശം ഹൊറർ സിനിമ എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും വളരെ മോശം ഒരു ഹൊറർ സിനിമയാണ്. ഒട്ടും ഇമോഷൻ ഒന്നുമില്ലാതെ, ഒട്ടും പേടിപ്പിക്കാതെ, സ്കാരി അല്ലാതെ ഒന്നുമില്ലാതെ കരുതുന്ന ഒരു സംഭവമാണ്. ജെംസ്കെയർ പോലത്തെ 2-3 സാധനങ്ങൾ തരാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അതും വർക്കൗട്ട് ആയിട്ടില്ല. മ്യൂസിക് വൻ പരാജയമായിരുന്നു, മറ്റ് ക്യാമറ വർക്കുകളും വൻ പരാജയമായിരുന്നു, അഭിനയം വൻ പരാജയമായിരുന്നു. മൊത്തത്തിൽ നമ്മൾ കണ്ട് 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 നമുക്ക് തഴമ്പിച്ചു പോയിട്ടുള്ള സ്ഥിരം ക്ലീശേ ഒരു ഒരു ക്രൈം നടന്നിട്ട് അതിന്റെ കുറ്റാന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ സാധനം, അതിലേക്ക് കുറച്ച് ഹൊറർ എലമെന്റ്സ് തന്നിട്ട് മേക്കപ്പ് ഇടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് അതിനേക്കാളും വൻ കോമഡി ആയി എന്നുള്ളതാണ്. ഈ ഹൊറർ എലമെന്റ് മാറ്റി മറ്റേ മാത്രമായിരുന്നെങ്കിലും ഒരു തരക്കേടില്ലാത്ത സിനിമ എന്ന് പറഞ്ഞെങ്കിലും ആസ്വദിക്കാൻ പറ്റുമായിരുന്നു. ഇത് അതും ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു എല്ലാത്തൊരു പരുവാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ സിനിമ കണ്ടതിൽ ഖേദിക്കുന്നു. നിങ്ങളുടെ തീരുമാനം പോലെയാണ്, ഇല്ലെങ്കിൽ നിങ്ങളും ഖേദിക്കും, അത് ഉറപ്പാ.